Good morning. Good morning, Miss. Okay. Okay. So in the last class we discussed about code optimization. What is code optimization? Code optimization എന്താണ് ജോസ്മി? ആ നമ്മുടെ പ്രോഗ്രാമിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യാൻ സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യാൻ പിന്നെ എങ്ങനെയാണ് നമ്മൾ കോഡ് റെഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, എങ്ങനെയാ റെഡ്യൂസ് ചെയ്യുക? കോഡ് എങ്ങനെയാ റെഡ്യൂസ് ചെയ്യാം? എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓപ്റ്റിമൈസേഷൻ ആണുള്ളത്? മെഷീൻ ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റും. ഓക്കെ, സോ മെഷീൻ ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റ്. മെഷീൻ ഡിപ്പെൻഡന്റ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഓൺലി ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രക്ഷൻ ആയിരിക്കും നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുക. ഓക്കെ, മെഷീൻ ഇൻഡിപെൻഡന്റ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് നോർമൽ നമ്മൾ കോഡ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, in order to perform code optimization we need to analyze the control flow analysis perform ചെയ്യാം, data flow analysis. ഓക്കെ, സോ ബിഫോർ ഒപ്റ്റിമൈസ് ചെയ്യുന്ന മുമ്പ് അതിന്റെ ഫ്ലോ ഓഫ് കൺട്രോളിനെ അനലൈസ് ചെയ്യണം, അതിന്റെ ഡാറ്റ ഫ്ലോവിനെയും അനലൈസ് ചെയ്യണം ബിഫോർ ഓപ്റ്റിമൈസേഷൻ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് പെർഫോം ചെയ്യുക? ട്രാൻസ്ഫോർമേഷൻസ് പെർഫോം ചെയ്യും. ഓക്കെ, സോ ഹിയർ വി ഹാവ് എന്താണ് ടു ഫേസസിലാണ് ഓപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യുന്നത്. ലോക്കൽ ഓപ്റ്റിമൈസേഷൻ ആൻഡ് global optimization. So what is local optimization, Arjun? Global optimization എന്ന് പറയുമ്പോൾ applied over large segments of the program. Example loop function ഒക്കെ. ഏതാ ലൂപ്പ് ഒക്കെ? ഏത് ഓപ്റ്റിമൈസേഷൻ പറഞ്ഞേ? ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ. ഗ്ലോബൽ. ഓക്കെ, ലോക്കൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ ലോക്കൽ എന്ന് പറയുമ്പം ഒരു സ്മോൾ സെഗ്മെന്റ് ഓഫ് കോഡിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു സ്മോൾ സെഗ്മെന്റ് ഓഫ് കോഡ് ഓർ അതർവൈസ് നമുക്ക് എന്ത് പറയാം, ഒരു പെർട്ടിക്കുലർ ബേസിക് ബ്ലോക്കിലാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതെങ്കിൽ then it is termed as local optimization, and more than one ബ്ലോക്കിലാണ് ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ we say that it is a global optimization. ഓക്കെ, then നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? about the ഫ്ലോ ബേസിക് ബ്ലോക്ക് അതിന്റെ ഫ്ലോ ഗ്രാഫ്. ബേസിക് ബ്ലോക്ക്. സോ ബേസിക് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ എന്താണ് ഒരു ബ്ലോക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഹിയർ ആ ബ്ലോക്ക് നമ്മൾ ഫ്രെയിം ചെയ്യാൻ കുറച്ച് റൂൾസ് ഉണ്ട്. എന്താണ്? ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി എ ലീഡർ. ഒരു ലീഡറും ഫോളോഡ് ബൈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ലീഡർ എന്ന് പറയുന്ന ആരായിരിക്കും? ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് എ ലീഡർ, ആൻഡ് എന്താണ്? എനി സ്റ്റേറ്റ്മെന്റ് which is a target of go-to is a leader, as well as എന്താണ്? any statement which immediately follows a go-to is a leader. Okay, so എല്ലാ basic ബ്ലോക്കിലും we have one leader followed by set of statements. Okay, so ഒരു basic block എന്ന് പറയുമ്പോൾ 3 letters code generate ചെയ്തതിനു ശേഷം here we are converting that into basic blocks. Okay, so basic blockന്റെ ഉദ്ദേശം എന്താണ്? it enters at the beginning and leaves at the last. അതിന്റെ ഇടയിൽ ഒരു ബ്രാഞ്ചിങ് നടക്കില്ല. റീസൺ ബ്രാഞ്ചിങ് ആണെങ്കിൽ it is represented as another block. Okay, is it clear?
ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇതിനെ തന്നെ എന്താണ് അതിന്റെ ഫ്ലോനെ പറയുന്നതാണ് ഫ്ലോ ഗ്രാഫ് എന്ന് പറയുക. അതായത് ബേസിക് ബ്ലോക്കിന്റെ ഫ്ലോ ആയിരിക്കും ഉദ്ദേശിക്കുക. സോ ഹിയർ ദ നോഡ് വിച്ച് റെപ്രസെന്റ്സ് ദി ബേസിക് ബ്ലോക്ക് ആൻഡ് ദി എഡ്ജസ് വിച്ച് റെപ്രസെന്റ്സ് ദി ഫ്ലോ ഫ്രം വൺ ബ്ലോക്ക് ടു അനദർ. ഫ്ലോ ഫ്രം വൺ ബ്ലോക്ക് ടു അനദർ. അപ്പം ഈ ബ്ലോക്ക് B1 ആണ്, ഇത് B2 ആണ്, ഇത് B3 ആണെങ്കിൽ ഇറ്റ് മീൻസ് എന്താണ്? ഇഫ് there is a edge from B1 to B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? B1 is a predecessor of B2 or B2 is a successor of B1. ഓക്കെ, അതായത് ഇത് കഴിഞ്ഞിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാവൂ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ ഫ്ലോ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ഏത് ബ്ലോക്ക് ആണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക, ഇത് കഴിഞ്ഞിട്ട് ഏതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഏതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും? ഫ്ലോ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഫ്ലോ ഗ്രാഫ് എന്താന്നുള്ളത്, ബേസിക് ബ്ലോക്ക് എന്താന്നുള്ളത് മനസ്സിലായോ? മാധവ്? Okay, so the next heading is about principal source of optimization. Principal sources of optimization. So ഈ ടോപ്പിക്കില് ഈ കോഡ് ഓപ്റ്റിമൈസേഷനിലെ പലതരത്തിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷെ നിങ്ങൾ എന്താണെങ്കിലും പഠിച്ചിട്ടുള്ളതായിരിക്കും, പക്ഷെ വേറെ വേറെ ടോപ്പിക്കിന്റെ താഴെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവാം. സെയിം തന്നെയായിരിക്കും റിപ്പീറ്റഡ്ലി വരുന്നത്. ഓക്കെ, സോ ഹിയർ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഓപ്റ്റിമൈസേഷൻ. ഹിയർ വി ക്യാൻ കാറ്റഗറൈസ് ദി ഓപ്റ്റിമൈസേഷൻ ആസ് ഫങ്ഷൻ പ്രിസർവിംഗ് ഓപ്റ്റിമൈസേഷൻ, ഫങ്ഷൻ പ്രിസർവിംഗ് ഓപ്റ്റിമൈസേഷൻ and loop optimization. Loop optimization. Okay, so ഇതില് function preserving optimization എന്ന് പറയുമ്പോൾ okay, without changing the ഫംഗ്ഷന്റെ റോൾ ഒന്നും ചേഞ്ച് ചെയ്യാണ്ട് അതിന്റെ ഉള്ളിൽ വരുന്ന കോഡ്സിനെ മാത്രം എന്ത് ചെയ്യാം? ഒപ്റ്റിമൈസ് ചെയ്യാം. ഓക്കെ, സോ പ്രിസർവിംഗ് ദി ഫംഗ്ഷൻ എന്ത് മാത്രം ചേഞ്ച് ചെയ്യാം? അതിന്റെ ഉള്ളിൽ വരുന്ന കോഡിനെ മാത്രം ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ലൂപ്പ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ ലൂപ്പുകളിൽ വരുന്ന ഓപ്റ്റിമൈസേഷൻ ആണ്. ഓക്കെ, സോ ലൂപ്പിൽ വരുന്ന ഓപ്റ്റിമൈസേഷൻ ആണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഫംഗ്ഷൻ പ്രിസർവിംഗ് ഓപ്റ്റിമൈസേഷൻ ഇസ് കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ. കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ. ബോർഡ് കാണാമോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട്? ഓക്കെ, സോ സെക്കൻഡ് ഇസ് കോപ്പി പ്രൊപഗേഷൻ. കോപ്പി പ്രൊപഗേഷൻ. And the third is dead code elimination. Dead code elimination. Then fourth one is constant folding. Constant folding. So these are the different types of function preserving transformation. Function preserving transformation. ഇത് തന്നെ ഓപ്റ്റിമൈസിങ് ട്രാൻസ്ഫോർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെയിം സ്റ്റെപ്സ് തന്നെയാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, ഓപ്റ്റിമൈസിങ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, അതാണ് നേരത്തെ പറഞ്ഞത്. സെയിം ഇത് തന്നെയായിരിക്കും, ടോപ്പിക്സ് തന്നെയായിരിക്കും വരുന്നത്, ബട്ട് അണ്ടർ ഡിഫറെന്റ് ഹെഡിങ്സിലും ഈ ടോപ്പിക് തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെയാണ് ചോദിക്കാറ്, അതായത് ഓപ്റ്റിമൈസിങ് ട്രാൻസ്ഫോർമേഷൻസ്. സോ ഓപ്റ്റിമൈസിങ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് എഴുതാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലൂപ്പ് ഓപ്റ്റിമൈസേഷനിൽ വരുന്നത് കോഡ് മോഷൻ. കോഡ് മോഷൻ. ആൻഡ് ദ സെക്കൻഡ് ഇസ് induction variable elimination. Induction variable elimination. Induction variable elimination. Then the third is reduction in strength. Third is reduction in strength. Third is reduction in strength. റിപ്പീറ്റ് ചെയ്യണം. കാണുന്നുണ്ടോ നമുക്ക് ബോർഡ്? ഫംഗ്ഷൻ പ്രിസർവിംഗ് ഓപ്റ്റിമൈസേഷനിൽ വരുന്ന ഇതാണ്
common sub-expression elimination, copy propagation, dead code elimination, and constant folding. And loop optimization വരുന്നത് code motion, induction variable elimination, and reduction in strength. Okay? എഴുതിയായിരുന്നത് നിങ്ങൾ? വായിച്ചോട്ടെ. കോപ്പി ചെയ്തായിരുന്നോ? Okay, so the next is common sub-expression elimination. Common sub-expression elimination. Okay, so common sub-expression elimination എന്ന് പറയുമ്പോൾ here എന്താണ് ഫ്രം ദ ടേം നമുക്ക് മനസ്സിലാവും എന്താണ് കോമൺ ആയിട്ട്, അതായത് സെയിം എക്സ്പ്രഷൻ തന്നെ വീണ്ടും വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ആർ കാൽക്കുലേറ്റിംഗ് ദ സെയിം എക്സ്പ്രഷൻ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് ഓൾസോ വി നീഡ് ടു ചെക്ക് എന്താണ് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ ഇസ് നോട്ട് ചേഞ്ച് ഡ്യൂറിംഗ് ഇറ്റ്സ് എക്സിക്യൂഷൻ. ഓക്കെ, ഇൻ ബിറ്റ്വീനിൽ, അതായത് ഇവിടെ ഒരു എക്സ്പ്രഷൻ രണ്ടും കോമൺ ആണ്, ബട്ട് ദ വാല്യൂ അതിലുള്ള വേരിയബിൾസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ, നോട്ട് ചേഞ്ച് ഡ്യൂറിംഗ് എന്താണ് അതിന്റെ ഇൻ ബിറ്റ്വീനിൽ ഈ രണ്ട് എക്സ്പ്രഷന്റെ ഇടയ്ക്ക് അതിന്റെ വാല്യൂ നോട്ട് ചേഞ്ച്ഡ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആ എക്സ്പ്രഷനെ കോമൺ എക്സ്പ്രഷൻ എന്ന് കൺസിഡർ ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്യാം. Is it clear? Is it clear? Okay, so here we can consider an example, that is A is equal to B plus C, B is equal to A minus D, and C is equal to B plus C, and D is equal to A minus D. Okay, so if this is a case ആണെങ്കിൽ ഇതിൽ കോമൺ എക്സ്പ്രഷൻ ഏതാണ്? which are the common expression? Common expression എന്താണ്? A minus D. A minus D. A minus D is a common expression. Okay, A minus D is B plus C ആണത്. ഇത് ഓക്കെ, ഇത് കോമൺ എക്സ്പ്രഷൻ ആണോ? കോമൺ ആണോ? ഇത് കോമൺ എക്സ്പ്രഷൻ ആണോ? ഇത് കോമൺ എക്സ്പ്രഷൻ അല്ല. റീസൺ എന്താണ്? ഹിയർ ബി പ്ലസ് സിനെ കമ്പ്യൂട്ട് ചെയ്ത് എയിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ സിയുടെ വാല്യൂ വീണ്ടും നമ്മൾ ചേഞ്ച് ആണ് ചെയ്യുന്നത്, അല്ലേ? സിയുടെ വാല്യൂലാണ് എന്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ബി പ്ലസ് സി കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ഇത് കോമൺ എക്സ്പ്രഷൻ അല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു കോമൺ എക്സ്പ്രഷൻ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പൊ ബി മൈനസ് ഡി ഇസ് എ കോമൺ എക്സ്പ്രഷൻ ആണ്, അല്ലെ? ഇവിടെയും ബി മൈനസ് ഡി ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വി നീഡ് ടു ചെക്ക് എന്താണ് ഇതിന്റെ ഇടയിൽ, ഇപ്പൊ ഇതിന്റെ ഈ രണ്ട് എക്സ്പ്രഷന്റെ ഇടയിൽ ചെക്ക് ചെയ്യുക വെദർ ഈ വാല്യൂ എയും ഡിയുടെ വാല്യൂ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? വി നീഡ് ടു കൺസിഡർ ദാറ്റ് as a common expression and eliminate that. Okay, so if we change the value of A or D in between these two expression ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? we need not എന്ത് ചെയ്യരുത്? കോമൺ എക്സ്പ്രഷൻ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്ത് എലിമിനേറ്റ് ചെയ്യരുത്. ഓക്കെ, സോ ഈ കേസിൽ അപ്പൊ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിന് പകരം എന്ത് ഇട്ടാൽ മതി? A minus D വീണ്ടും കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് as B. ഓക്കെ, വീണ്ടും ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. D എന്ന് പറയുന്നത് which is equal to B ആണ്. ഓക്കെ, is it clear? എന്താ മനസ്സിലാവാത്ത? ഓക്കെ, ലിസൺ. സോ ഇതില് A മൈനസ് ഡി ആണ് നമ്മുടെ എന്താണ് കോമൺ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. A മൈനസ് ഡി, അതായത് ഇവിടെയും A മൈനസ് ഡി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു, ഇവിടെയും A മൈനസ് ഡി കമ്പ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇതിന്റെ ഇടയിൽ, അതായത് ഇത് ഫസ്റ്റ് ടൈം കമ്പ്യൂട്ട് ചെയ്യുന്നതാണ്, ഇത് സെക്കൻഡ് ടൈം കമ്പ്യൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇതിന്റെ ഇൻ ബിറ്റ്വീനിൽ എയുടെ വാല്യൂവോ ഡിയുടെ വാല്യൂവോ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇഫ് യു ചേഞ്ച് ദ വാല്യൂ ഓഫ് എ ഓർ ഡി ഇൻ ബിറ്റ്വീൻ ദീസ് ടു എക്സ്പ്രഷൻ, ഓക്കെ,
ഇതിന്റെ ഇടയിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്, അല്ലേ? അപ്പൊ അവിടെ ആ ബിയുടെ വാല്യൂ ചേഞ്ച് ആയതുകൊണ്ടാണോ ലാസ്റ്റത്തെ അത് സെയിം ആക്കി എടുക്കുന്നത്? ആ ലാസ്റ്റ് എന്താണ്? അല്ല ലിസൺ, ഈ കേസിൽ എന്താണ്, a മൈനസ് ഡി ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇനി ഇപ്പൊ അഥവാ ഞാൻ ഇവിടെ a ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്നും കൂടെ എഴുതിന്ന് വെച്ചോ, അപ്പൊ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂവും ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂവും ഡിഫറെന്റ് ആണ്. ഈവൻ ദോ എക്സ്പ്രഷൻ സെയിം ആണെങ്കിലും ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂവും ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂവും ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂവും എന്താണ്, ഡിഫറെന്റ് ആയി പോകും. റീസൺ എന്താണ്, അതിന്റെ ഇടയിൽ ഞാൻ എയുടെ വാല്യൂ മാറ്റിയിട്ടുണ്ട്. Able to get me? ഓക്കെ. സോ അപ്പം എന്ത് ചെക്ക് ചെയ്യണം, ഇതിന്റെ വാല്യൂസ് ഇൻ ബിറ്റ്വീനിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ആ എക്സ്പ്രഷനിലുള്ള വേരിയബിൾസിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീനിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇഫ് യു ഹാവ് നോട്ട് ചേഞ്ച്ഡ് ആണെങ്കിൽ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഇതിനെ കോമൺ എക്സ്പ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വി ക്യാൻ എലിമിനേറ്റ് ദാറ്റ്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആൻസർ. ഓക്കെ. സോ ഈ കേസിൽ എന്താണ് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാത്തത്? ഈ കേസിൽ എന്താ എലിമിനേറ്റ് ചെയ്യാത്തത് ലിസൺ? ഇതിലും ബി പ്ലസ് സി ആണ്, ഇതിലും ബി പ്ലസ് സി ആണ്. ബട്ട് ഇവിടെ നോക്ക്, ഏതിലേക്കാണ് അസൈൻ ചെയ്യുന്നത്? സിയിലേക്കാണ് അസൈൻ ചെയ്യുന്നത്. സി എന്ന് പറയുന്നത് ഇതിലത്തെ ഒരു വേരിയബിൾ ആണ്. ഓക്കെ, അതിലേക്ക് തന്നെയാണ് ഈ വാല്യൂ അസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് കോമൺ എക്സ്പ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവിടെ ബിയുടെ വാല്യൂ ചേഞ്ച് ആയതുകൊണ്ട് പറ്റുന്നില്ല. ബിയുടെ വാല്യൂ അല്ല, എ ഈക്വൽ ടു ബി പ്ലസ് സി ആയിരുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്, സി എന്നുള്ള വാല്യൂ ഇതിലത്തെ ഒരു വേരിയബിളിലേക്കാണ് വീണ്ടും ബി പ്ലസ് സി കമ്പ്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. കോമൺ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയിൽ ഇപ്പൊ രണ്ട് എക്സ്പ്രഷൻ, അതായത് സെയിം എക്സ്പ്രഷൻ തന്നെ റിപ്പീറ്റഡ്ലി വരുമ്പോൾ ആണ് അതിനെ കോമൺ എക്സ്പ്രഷൻ നമ്മൾ പറയാം. കോമൺ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ വി നീഡ് ടു ചെക്ക് എന്താണ്, ആ കമ്പ്യൂട്ട് ചെയ്യുന്ന എക്സ്പ്രഷന്റെ വേരിയബിൾസിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീനിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. വി നീഡ് ടു ചെക്ക് എന്താണ്, ആ വാല്യൂസ് ഇൻ ബിറ്റ്വീനിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിനെ കോമൺ എക്സ്പ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്യരുത്. റീസൺ, അവിടെ കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂവും ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂസും ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ഡാറ്റ ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. ഡാറ്റ ഫ്ലോ അനാലിസിസ് എന്ന് പറയുമ്പോൾ വി നീഡ് ടു ചെക്ക് എന്താണ്, ഫ്ലോ ഓഫ് ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ. സോ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂം സെയിം ആണെങ്കിൽ ആണ് എന്ത് ചെയ്യുക, കോമൺ എക്സ്പ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ നോ? ക്ലിയർ ആണോ അത്? ക്ലിയർ ആൻസർ. Okay, so we can rewrite these expressions as a is equal to b plus c, b is equal to a minus d, and c is equal to b plus c. Okay, again എന്താണ്, d is equal to, വീണ്ടും ഇത് കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, b തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Okay, is it clear now? Okay, so this is about common sub expression elimination. Okay, so the next is കോപ്പി പ്രൊപ്പഗേഷൻ. ഈ ഓരോ എലിമിനേഷനും ചെയ്യുമ്പോൾ കോഡ് ഇംപ്രൂവ് ആവും നമ്മൾ പറയാൻ പറ്റില്ല. ബട്ട് ഇൻസ്റ്റെഡ് എന്താണ്, ഈ മൊത്തം ടെക്നിക്സും ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് സ്റ്റെപ്സ് കുറയും. ഓക്കെ, ഓരോ കോഡും ചെയ്യുമ്പോൾ ഇതിന്റെ ഇത് കുറഞ്ഞിട്ടുണ്ടോ ചെയ്യാൻ പറ്റില്ല, ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെയും എന്താണ്, ഒരു ഇപ്പം ഇൻസ്ട്രക്ഷന്റെ കൗണ്ട് അപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, മറ്റേതാണെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം, ഇത് രണ്ടും അതിലേക്ക് ലോഡ് ചെയ്യണം, പ്ലസ് ആഡ് ചെയ്യണം, അങ്ങനെ 3 ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പോഴും ഇതിന്റെ സ്ട്രെങ്ത് ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് എന്താണ്, നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് കുറയുന്നുണ്ട്. ഓക്കെ, ബട്ട് കോഡിന്റെ എണ്ണം, നമ്മുടെ 3 അഡ്രസിന്റെ എണ്ണം ചേഞ്ച് ചെയ്യുന്നില്ല. അത് നോക്കിയിട്ട് കാര്യമില്ല. എല്ലാ എലിമിനേഷൻസും ഇതുപോലത്തെ ഈ ഫംഗ്ഷൻ പ്രിസർവിങ് എല്ലാ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തതിനു ശേഷം കോഡ്സ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് അബൌട്ട് കോപ്പി പ്രൊപ്പഗേഷൻ. കോപ്പി പ്രൊപ്പഗേഷൻ. Okay, so copy propagation പറയുമ്പോൾ if there is an expression of the form u is equal to v, then it is termed as copies. If there is an expression of the form u is equal to v, then it is termed as copies. It is termed as copy statement or otherwise it is termed as copy statement or copies.
If there is an expression u is equal to v ആണെങ്കിൽ then it is termed as എന്താണ് copy statement or copies. Okay, so ഇത് ശരിക്കും നോർമലി വരുന്ന എന്താണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വരുന്നത്. ഓക്കെ, സോ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നോർമലി എന്താണ് കോപ്പീസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ കോപ്പി പ്രൊപ്പഗേഷൻ പറയുമ്പോൾ ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ we can use v instead of u. ഓക്കെ, സോ എവിടെയൊക്കെ നിങ്ങളുടെ ഇതിനെ ഫോളോ ചെയ്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ എവിടെയൊക്കെ യു ഉണ്ടോ അതിനൊക്കെ നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം, വി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സിൻസ് യു ഇസ് ഈക്വൽ ടു വി ആയതുകൊണ്ട് വി ക്യാൻ റീപ്ലേസ് ഓൾ ദി വേരിയബിൾ യു ആസ് വി. ഓക്കെ, കോപ്പി പ്രൊപ്പഗേഷൻ ക്ലിയർ ആയോ? കോപ്പി പ്രൊപ്പഗേഷൻ is it clear? Yes, miss. Okay, so consider a set of statements. A is equal to x, B is equal to x plus y, and C is equal to A star y. So, ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ എന്താണ് കോപ്പി? ഇത് ഇറ്റ് ഈസ് എ കോപ്പി സ്റ്റേറ്റ്മെന്റ്, ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് എയിലേക്ക് എന്ത് അസൈൻ ചെയ്തിട്ടുണ്ട്? എക്സ് എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ് കോപ്പി പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഫെർദർ വരുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ എവിടേക്കാണോ എ വരുന്നത്, സോ വി നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്, വി നീഡ് ടു റീപ്ലേസ് ഓൾ ദ വാല്യൂ ഓഫ് എ വിത്ത് എക്സ്. ഓക്കെ, അതായത് ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന വേരിയബിളിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന വേരിയബിൾ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ റീപ്ലേസ് ചെയ്യുമ്പോൾ പറയുന്നത് x is a is equal to x, b is equal to x plus y, and c is equal to x star y. Okay, this is clear? Clear ആണോ? കോപ്പി പ്രൊപ്പഗേഷൻ ക്ലിയർ ആണോ? ഓക്കെ, സോ കോപ്പി പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കോഡിൽ ഒരു ചേഞ്ചും വരില്ല, ഒരു സ്റ്റെപ്പിൽ ഒരു മാറ്റവും വരില്ല. ബട്ട് ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ പെർഫോം ചെയ്യും, അപ്പോഴായിരിക്കും ഇതിന്റെ നമ്പർ ഓഫ് സ്റ്റെപ്സ് കുറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് അബൌട്ട് ഡെഡ് കോഡ് എലിമിനേഷൻ. Next step is dead code elimination. Next is dead code elimination. So dead code elimination എന്ന് പറയുമ്പോൾ we need to find whether a particular variable is live or not. Whether a particular variable is live or not. Okay, so ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിൽ ആ വേരിയബിൾ ലൈവ് ആണോ ഇല്ലേ എന്നുള്ളത് നോക്കണം. Okay, we need to analyze എന്താണ് whether a particular variable is live or not. Okay, so ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താണ് the value of a. a എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? എ ലൈവ് ആണോ? ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിൽ എ എവിടെങ്കിലും വരുന്നുണ്ടോ? ഈ അസൈൻമെന്റ് അല്ലാണ്ട് ഇല്ല. ഓക്കെ, സോ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ടേംഡ് ആസ് ഡെഡ് കോഡ് എലിമിനേഷൻ. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എന്താണ് യൂസ്ലെസ് കോഡ് നമ്മൾ TOC-ലൊക്കെ പഠിച്ചിട്ടില്ലേ? യൂസ്ലെസ് വാല്യൂസിനെ, യൂസ്ലെസ് കോഡിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യാം. സോ അതുപോലെ ഈ വേരിയബിൾ എന്ന് പറയുന്നത് യൂസ്ലെസ് ആണ്, സോ വി ക്യാൻ എലിമിനേറ്റ് ദാറ്റ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ആ വേരിയബിൾ ലൈവ് ആണോ ഇല്ലേ എന്നുള്ളത് നോക്കുക. ബാക്കിയുള്ള പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സിൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ലൈവ് ആണെങ്കിൽ ദെൻ എലിമിനേറ്റ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ സെറ്റ് ഓഫ് കോഡ്. ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് ഇതിനെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ബിക്കംസ് b is equal to x plus y and c is equal to x star y. Okay, so this is about എന്താണ് ഡെഡ് കോഡ് എലിമിനേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അർജുൻ റെസ്പോണ്ട് ചെയ്തോട്ടാ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് കോൺസ്റ്റന്റ് ഫോൾഡിംഗ്. Next is constant folding.
കോൺസ്റ്റന്റ് ഫോൾഡിങ്. കോൺസ്റ്റന്റ് ഫോൾഡിംഗ് എന്ന് പറയുമ്പോൾ അതായത് ഇഫ് ദർ ഇസ് എൻ എക്സ്പ്രഷൻ വെച്ചിട്ട് പറയാം, പൈ ഇസ് ഈക്വൽ ടു 22.7 ആൻഡ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഏരിയ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ. ഓക്കെ, സോ ഹിയർ എന്താ ചെയ്യുന്നത്, പൈയുടെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാണ്. ദെൻ പൈയുടെ വാല്യൂ എന്താണ്, പൈ ഇൻറ്റു ആർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് എന്താണ്, ഇതൊരു കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം അല്ലെ. ഈ 22/7 ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, വി നീഡ് ടു ഫോൾഡ് ദിസ് എക്സ്പ്രഷൻ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അതായത് ഇത് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ വി ക്യാൻ റീപ്ലേസ് അങ്ങനത്തെ എക്സ്പ്രഷൻ, അതിനെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് കൊടുക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഇസ് a is equal to 3.14 into r into r. ഓക്കെ, സോ ത്രൂ ഔട്ട് ദ പ്രോഗ്രാമിൽ വരുന്ന കോൺസ്റ്റന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാണ്ട് വി ക്യാൻ ഫോൾഡ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Constant folding. Then next is loop optimization. Loop optimization le first വരുന്നത് code motion. Okay, so ഈ ലൂപ്പ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ the number of steps code in the ലൂപ്പിനെ ഓപ്റ്റിമൈസ് ചെയ്യാം. അതായത് ലൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് ലൂപ്പ് എന്ന് പറയുക. ഓക്കെ, സോ ഇതിന്റെ എണ്ണം നമ്മൾ കുറയ്ക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് എക്സിക്യൂഷന്റെ സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ കൊടുത്തിട്ടുള്ള കോഡിനെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്റ്റിമൈസ് ചെയ്യാം. റെഡ്യൂസ് ദി നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ ദി വിത്തിൻ ദ ലൂപ്പ്. ഓക്കെ, ലൂപ്പിന്റെ ഉള്ളിലുള്ള വേരിയബിൾസിനെ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക. ഓക്കെ, അതായത് ഒരേ വാല്യൂ റിപ്പീറ്റഡ്ലി കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂസിനെയൊക്കെ മാക്സിമം റിപ്പീറ്റഡ്ലി കമ്പ്യൂട്ട് ചെയ്യാത്ത വാല്യൂസ്, അതായത് കോൺസ്റ്റന്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ വീണ്ടും വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ വാല്യൂസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് ലൂപ്പിന്റെ പുറത്തേക്ക് അതിനെ മൂവ് ചെയ്യും. ഓക്കെ, മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ലൂപ്പിന്റെ അകത്ത് കൊടുക്കുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ എന്ത് ചെയ്യുക, മാക്സിമം കുറയ്ക്കുക. ഓക്കെ, റെഡ്യൂസ് ദി നമ്പർ ഓഫ് കോഡ് വിത്തിൻ എ പെർട്ടിക്കുലർ ലൂപ്പ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഇസ് കോഡ് മോഷൻ. Okay, so for that, consider an example. Code motion. For I to 0, I to 100 begin. Z is equal to 1. X is equal to 25 into A. Y is equal to X plus Z. And കോഡിന്റെ ഇത് നോക്കണ്ട, പാസ്കലും സി ഒക്കെ മിക്സ് ചെയ്ത ഒരു കോഡാണ് എഴുതിയിട്ടുള്ളത്, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. സോ ഇതാണ് നമ്മുടെ കോഡിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, there is a loop which starts from 0 to I is equal to 1 to 100. I is equal to 1 to 100 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ലൂപ്പാണ്. ഇതിൽ കൊടുത്തിട്ടുള്ള ലൂപ്പിന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, z is equal to 1, x is equal to 25 into A, and y is equal to x plus z. ഓക്കെ, സോ ഇതിന്റെ കോഡ് നമുക്ക് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കോഡ് മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്പർ ഓഫ്, അതായത് ലൂപ്പിന്റെ
ഇത് എക്സിക്യൂഷൻ ടൈമിനെ കുറയ്ക്കുക. അതായത് ലൂപ്പിന്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ്സിന്റെ എണ്ണം കുറയ്ക്കുക. ഓക്കെ, സോ ഇതില് ഓക്കെ, സോ ഇതിലിപ്പോ നോക്ക്, എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്താണ്? 25 ഇൻറ്റു എ. എപ്പോ കമ്പ്യൂട്ട് ചെയ്താലും ഇതിന്റെ വാല്യൂ എന്താണ്? 25 ഇൻറ്റു എ ആണ് പെർഫോം ചെയ്യുന്നത്. ഇത് ഈ ലൂപ്പുമായിട്ട് ഒരു ബന്ധവുമില്ല, ലൂപ്പിലുള്ള വേരിയബിൾസ് ആയിട്ടും ലൂപ്പുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് നോക്കുവാണെങ്കിൽ എന്താണ്? സെഡ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് സെഡ് ആണ്. Sorry, z is equal to I. Okay, so z is equal to I, y is equal to x plus z ആണ്. ഓക്കെ, സോ ഇവിടെ ഇതിന്റെ വാല്യൂ, സെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഐന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ വാല്യൂ വരുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അതെ മിസ്. ഓക്കെ, സോ അപ്പം ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എന്താണ്? ഇറ്റ് ഇസ് എ ലൂപ്പ് ഇൻവേരിയന്റ് വേരിയബിൾ ആണ്. സോ ബിഫോർ എക്സിക്യൂഷൻ ആണെങ്കിലും ആഫ്റ്റർ എക്സിക്യൂഷൻ ആണെങ്കിലും ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എവിടെ മൂവ് ചെയ്യാം? വി ക്യാൻ മൂവ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഔട്ട്സൈഡ് ദി ലൂപ്പ്. ഓക്കെ, സോ ഈ ഔട്ട്സൈഡ് ദ ലൂപ്പ് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ മെയിൻ തിങ് എന്താണ്? അത് ഒരു പ്രാവശ്യമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ദെൻ ലൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സും കുറവായിരിക്കും. ഓക്കെ, സോ വി ക്യാൻ റീറൈറ്റ് ദി സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? ഇതിനെ നമുക്ക് എവിടെ മൂവ് ചെയ്യാം? എക്സ് ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു എ. Is it clear? അതെ മിസ്. Okay, so one more example is there. ഇത് എഴുതിയോ നിങ്ങള്? ഈ സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയോ നിങ്ങള്? റെഡി? ഒന്ന് വേഗം എഴുതിക്കേ. മിസ് ഈ ഇസഡിലേക്ക് ഐ എന്ന് എഴുതാതെ എക്സ് പ്ലസ് ഐ എന്ന് പറഞ്ഞ് എഴുതാമല്ലോ. എഴുതാം. ഞാൻ വെറുതെ അത് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം. ഓക്കെ, സോ ഇതിന്റെ അതായത് കോഡ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, okay, so the next is one more example ഇതിന്റെ. If there is a statement while I less than limit minus 2. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ലൂപ്പിന്റെ കണ്ടീഷൻ ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, സോ കണ്ടീഷൻ എന്താ കൊടുത്തിട്ടുള്ള? I less than limit minus 2. ഓക്കെ, I less than ലിമിറ്റ് മൈനസ് 2. ഇതിനുള്ളിൽ എന്ത് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് അവിടെ ഇരുന്നോട്ടെ. ബട്ട് ഇവിടെ കൊടുക്കുന്ന എന്താണ്? ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഹിയർ ദിസ് ലിമിറ്റ് മൈനസ് 2 എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കമ്പ്യൂട്ട് ചെയ്താൽ പോരെ? എപ്പോഴും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ലിമിറ്റ് മൈനസ് 2 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? ചിലപ്പോ ലിമിറ്റ് ഓൾറെഡി വെളിയിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത ആ വാല്യൂ എടുത്തിട്ട് -2 ആക്കി ഒറ്റത്തവണ വെച്ചാൽ പോലെ. അതെ, അപ്പം നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? വി ക്യാൻ റീപ്ലേസ് ദിസ് കോഡ് സ്റ്റേറ്റ്മെന്റ് ആസ് ടി ഈസ് ഈക്വൽ ടു ലിമിറ്റ് മൈനസ് 2. ലിമിറ്റിന്റെ വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ടാവും വിചാരിക്കാം, ലിമിറ്റ് മൈനസ് 2. ദെൻ നമ്മുടെ വൈലിൽ കൊടുക്കുമ്പോൾ എന്ത് കമ്പയർ ചെയ്താൽ മതി? ഐ ലെസ് ദാൻ ടി. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ എന്താണ്? കോഡ് മോഷനിൽ വരുന്നതാണ്. അതായത് ഇവിടെയും എന്ത് തന്നെയാ ചെയ്യുന്നത്? കോഡിന്റെ എണ്ണമാണ് നമ്മൾ കുറയ്ക്കുന്നത്. ലൂപ്പില് എന്താണ്? ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് കോഡ്സിനെ റെഡ്യൂസ് ചെയ്യാം. Okay, so this also comes under എന്താണ്? കോഡ് മോഷൻ.
So the next is induction variable elimination. Next is induction variable elimination. Okay. Okay, അതിന്റെ definition വേണമെങ്കിൽ എഴുതിക്കോ. A variable x is said to be induction variable. A variable x is said to be induction variable if there is a positive or negative constant c. A variable x is said to be induction variable if there is a positive or negative constant c such that each time x is assigned to the value increased or decreased by c. The value increased or decreased by c. Okay. So, മനസ്സിലായോ എന്തെങ്കിലും? ഇല്ല. മനസ്സിലായോ ഇൻഡക്ഷൻ വേരിയബിൾ? Listen. Listen, if there is a statement j is equal to j minus 1 and t4 is equal to 4 into j. 4 into j. Okay. So, ഇവിടെ ഇപ്പൊ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് which is equal to 5 ആണെന്ന് വെച്ചോ. അപ്പം j minus 1 പെർഫോം ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? 4. Okay. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ j is equal to 4. Then t4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? It is increased by 4. Okay. ഇനി അടുത്ത പ്രാവശ്യം ഇത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? j minus 1. So j is equal to 3. t4 കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? Which is equal to 12. Okay. So ഇവിടെ എന്താണ്? ഈ രണ്ട് വേരിയബിൾ എന്ന് പറയുന്നതാണ് ഇൻഡക്ഷൻ വേരിയബിൾ എന്ന് പറയാം. അതായത് ഇതിന്റെ വാല്യൂ എന്താണോ അതിനെ ബേസ് ചെയ്ത് ഇവിടെയും എന്താണോ ഒരു ഇൻക്രീസോ ഡിക്രീസോ അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോ ഇതിനെ ബേസ് ചെയ്ത് ഇങ്ങനത്തെ വേരിയബിൾസ്, അതായത് രണ്ട് വേരിയബിൾസ് അതിന്റെ രണ്ടിന്റെ വാല്യൂ ഇതിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തായിരിക്കും ഇതിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ. സോ സച്ച് വേരിയബിൾസ് ആർ ടേംഡ് ആസ് ഇൻഡക്ഷൻ വേരിയബിൾ. Okay, such variables are termed as induction variable. Okay, so ഇങ്ങനത്തെ വേരിയബിൾസിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിനെ എലിമിനേറ്റ് ചെയ്യണം. സോ ഇതിനെ അപ്പൊ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? വെറുതെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? വെറുതെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. സോ ഇതിനെ രണ്ടിനെയും നമുക്ക് എങ്ങനെ, ഇപ്പൊ ഇത് നോക്കി, ഇതിൽ 4 ആണ്, ഇത് 16 ആണ്. ഇത് 3 വരുമ്പോ ഇതിന്റെ വാല്യൂ 12 ആണ്. Okay, so we can replace the statements, ഈ രണ്ട് statement by t4 is equal to 4 into j minus 4. 4 into j minus 4. ചെയ്യാമോ? അങ്ങനെ ചെയ്യാമോ? ചെയ്തു കഴിഞ്ഞാൽ ശരിയാവോ? Or otherwise we can write this as t4 is equal to t4 minus 4. Okay, so in case എന്താണ് ഇപ്പോഴത്തെ വാല്യൂ ഒന്ന് നോക്ക്. If the value of j is equal to 4 ആണെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്? ജെയുടെ വാല്യൂ 4 ആണെങ്കിൽ ഇവിടെ എന്താണ്? j minus 1 പെർഫോം ചെയ്യണം. സോ j minus 1 പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? t4ന്റെ വാല്യൂ 12 ആയിരുന്നു. ഓക്കെ. സോ ഇവിടെയും ജെയുടെ വാല്യൂ 4 ആണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 4 into 4 16 minus 4 which is equal to 12. സെയിം തന്നെയല്ലേ കിട്ടുന്നത്? ക്ലിയർ ആണോ? ഇല്ല. മനസ്സിലായി. ഓക്കെ. സോ അതായത് ഇങ്ങനത്തെ രണ്ട് വേരിയബിൾസ്, ഇങ്ങനെ രണ്ട് ഡിപെൻഡന്റ് വേരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട്, അതായത് ഇതിന്റെ വാല്യൂ ഇതിന്റെ ഇൻക്രീസ് ഇതിന്റെ ഡിക്രീസിനനുസരിച്ച് ഇതിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാം. ഒരു കോൺസ്റ്റന്റ് 4 കൊണ്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഒരെണ്ണം ഡിക്രീസ് ചെയ്യുമ്പോൾ ഇത് 4 ഡിക്രീസ് ആവും.
അതുപോലെ ഇത് ഒരെണ്ണം ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഇത് 4 ഇൻക്രിമെന്റ് ആവും. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ആവുന്നത്. ഇങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ആ വേരിയബിൾസിനെ ആ സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഐദർ വി കൻ യൂസ് ദിസ് ഓർ ദിസ്. ദിസിൽ എന്തായിരിക്കും സംഭവിക്കുക, പ്രീവിയസ് T4 എന്താന്നുള്ളത് നോക്കുക. 16 ആണെങ്കിൽ 16 - 4 which is equal to 12. ഇത് ഇങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ ആണോ? അതെ. Okay, so if there is a statement while I less than 10, I is equal to I plus 1 and T4 is equal to 4 into I. So here ഇത് ഇൻഡക്ഷൻ വേരിയബിൾ ആണ്. ഐയുടെ വാല്യൂ അതിനെ ബേസ് ചെയ്താണ്. ഇവിടെ എന്താണ് നടക്കുന്നത്, ഇൻക്രിമെന്റ് ആണ് നടക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, ഇതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം, ഇതിനെ I equal to 1 ആണെന്ന് വെച്ചു. എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? We can replace this as T4 is equal to 4 into I plus 4. 4 into I plus 4. So Iയുടെ വാല്യൂ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഓക്കെ. സോ ലിസൺ, സോ അപ്പൊ ഇവിടെ കണ്ടീഷൻ വരുമ്പോ അപ്പൊ എന്തായിരിക്കും കൊടുക്കുക, while T4 less than 40. ഓക്കെ, ബട്ട് കണ്ടീഷൻ ഇവിടെ തുടങ്ങേണ്ടത് എങ്ങനെയാ കൊടുക്കേണ്ടത്, I is equal to 0 തൊട്ട് തുടങ്ങേണ്ടത് വരും അല്ലെ. ഇല്ലെങ്കിൽ ഫസ്റ്റ് വാല്യൂ 4 കിട്ടില്ല. I is equal to 0, I is equal to 1 എന്നായിരിക്കും പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, ഇസ് ദിസ് ക്ലിയർ? പറയാമോ? ഇവിടെ I equal to 1 ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, I equal to 1 ആണെങ്കിൽ ഫസ്റ്റ് സോറി I is equal to 0 എന്ന് തുടങ്ങാം. I is equal to 0 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക, ഇറ്റ് ഈസ് I equal to 1, T4 is equal to 4. ഓക്കെ, സോ ഇവിടെ വരുമ്പോ എന്താ ചെയ്യുന്നത്, I is equal to 0. ഓക്കെ, ഇവിടെ വരുമ്പോഴും എന്താ ചെയ്യുന്നത്, T4 ബേസ് ചെയ്തായിരിക്കും നമ്മൾ കണ്ടീഷൻ എഴുതുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെന്റ് അപ്പൊ എന്തായിരിക്കും, T4 is equal to 4 into 0 plus 4. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയോ? 40 വന്നതോ? അതായത് ഇവിടെ വീണ്ടും T4 ബേസ് ചെയ്തല്ലേ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണ്ടേ. ഇത് 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോ T4 വാല്യൂ എന്തായിരിക്കും വരുന്നത്, ഇത് 9 ടൈംസ് ആയിരിക്കും മാക്സിമം എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ഐയുടെ വാല്യൂ 9 ആയിരിക്കും വരുന്നത്, T4 വാല്യൂ എന്തായിരിക്കും 36 ആയിരിക്കും വരുന്നത് അല്ലേ. ക്ലിയർ അല്ലേ? അത്രയും ടൈംസ് അല്ലേ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാമോ ചെയ്യേണ്ടത്. ഇവിടെ അപ്പം വരുമ്പോ എന്താണ്, കണ്ടീഷനിൽ വീണ്ടും I കൊടുത്തിട്ട് കാര്യമില്ല. അതിനെ ബേസ് ചെയ്തല്ല ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനെ പകരം ഇത് രണ്ടിനെയും ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ വരുമ്പോ എന്താ കണ്ടീഷൻ കൊടുക്കേണ്ടത്, T4 less than 40. അപ്പോഴും ഇത് എത്ര പ്രാവശ്യമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്, T4 up to 36 വരെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെ. നമുക്ക് വേണ്ടത് എന്താണ്, ഇതും ഇങ്ങനെ കൺവേർട്ട് ചെയ്താലും ഇതിന്റെ എക്സിക്യൂഷനും മാറാൻ പാടില്ല. ഇതെങ്ങനെയാണോ എക്സിക്യൂട്ട് ചെയ്തത് അതുപോലെ തന്നെ ഇതും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ? അപ്പൊ അവിടെ ഐക്ക് ഇൻക്രിമെന്റ് കൊടുക്കണ്ടേ? എന്താ സെക്കൻഡ് അതിനകത്ത് I ഇൻക്രിമെന്റ് ആവണ്ടേ? I ഇൻക്രിമെന്റ് ചെയ്യണം. I equal to I plus 1.
i equal to 1 എന്ന് കൊടുക്കേണ്ടി വരും അല്ലേ? ഓക്കെ, സോ ഇങ്ങനെ കൊടുത്താൽ ശരിയാവോ? ഇത് ശരിയാവോ? T4 പ്ലസ് ഇത് ഈ കേസ് ആണെങ്കിൽ ഓക്കെ അല്ലേ? അതായത് T4 ഐയുടെ കേസ് ഞാൻ നോക്കിയിട്ടില്ല, ഐയുടെ കേസ് നോക്കിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, രണ്ട് തരത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തരത്തിൽ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ T4 is equal to 0. അപ്പം എന്താണ് T4ന്റെ ഇത്? ഓക്കെ, സോ ദിസ് ഇസ് ഇൻഡക്ഷൻ വേരിയബിൾ എലിമിനേഷൻ. അതായത് ഇൻഡക്ഷൻ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു വേരിയബിളും അടുത്ത വേരിയബിൾ എന്താണ് ഡിപെൻഡന്റ് വേരിയബിൾസ് ആയിരിക്കാം. ഒരെണ്ണത്തിന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് ഒരെണ്ണം ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റതും ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് തന്നെ ഇൻക്രീസ് ആവും അല്ലെങ്കിൽ ഇൻക്രീസ് ആവും. അതുപോലെ ഒരെണ്ണം ഡിക്രിമെന്റ് ചെയ്യുമ്പോൾ മറ്റൊരു കോൺസ്റ്റന്റ് വെച്ചിട്ട് ഡിക്രിമെന്റ് ആവും. അങ്ങനത്തെ വേരിയബിൾസിനെയാണ് ഇൻഡക്ഷൻ വേരിയബിൾ എന്ന് പറയാം. അങ്ങനത്തെ വേരിയബിൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ആ കോഡ് സ്റ്റേറ്റ്മെന്റ്സ് മൊത്തമായിട്ട് ചേഞ്ച് ചെയ്യും. കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ കണ്ടീഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. Okay, so this is induction variable elimination. Then the next is the last one is reduction in strength. Reduction in strength. So reduction in strength എന്ന് പറയുമ്പോൾ നോർമലി എന്താണ്? ഹൈ സ്ട്രെങ്ത് ഓപ്പറേഷൻസിനെ ലോ സ്ട്രെങ്ത് ഓപ്പറേഷൻ ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അതായത് if it is multiplication ആണ് വരുന്നെങ്കിൽ, if multiplication is there, we can replace multiplication by addition. മൾട്ടിപ്ലിക്കേഷനെ എന്തായിട്ട് റീപ്ലേസ് ചെയ്യുക? അഡീഷൻ ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അതുപോലെ എക്സ്പോണൻസ് ആണ്, എക്സ്പോണന്റ് ആണ് ഹയർ ഇതുള്ള ഓപ്പറേറ്റർ. അങ്ങനത്തെ ഓപ്പറേറ്ററിനെ അതിനെക്കാട്ടിലും ലോവർ ഇതുള്ള ഓപ്പറേറ്റർ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, എക്സ്പോണന്റ് വരുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ചെയ്യണോ അതിന്റെ എക്സാമ്പിൾ? Okay, so consider an example for I is equal to 1, I less than 10, I plus plus, K is equal to I star 5. Okay, so ഇവിടെ എന്താണ്? I into 5 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Okay, so here we can replace this multiplication by repeated addition കൊണ്ട് replace ചെയ്യാം. Okay, so repeated addition എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ the same statement is replaced as I temp is equal to 5 for I equal to 1, 2, I less than 10, I plus plus, K is equal to I temp. Then I temp is equal to I temp plus 5. Okay, so ഇവിടെ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഇനിഷ്യലി I tempന്റെ വാല്യൂ 5 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, സോറി ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. Then എന്താണ് ഇൻസൈഡ് ഇതിലേക്ക് വരുമ്പോൾ കെയുടെ വാല്യൂ എന്തായിട്ട് റീപ്ലേസ് ചെയ്തു? സോ കെ ഈസ് ഈക്വൽ ടു ഐ ടെം. അപ്പൊ ഫസ്റ്റ് ടൈം കെയുടെ വാല്യൂ എന്താണ്? 5 ആയിരിക്കും കിട്ടുക. ഇവിടെയും എന്താണ്? കെ ഈസ് ഈക്വൽ ടു 5. നെക്സ്റ്റ് ടൈം ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ 10 ആയിരിക്കും കിട്ടുക. അതിന് പകരം ഇവിടെ എന്ത് ചെയ്തു? ഐ ടെമ്പിന്റെ വാല്യൂ എന്തായിട്ട് സെറ്റ് ചെയ്തു? +5 ചെയ്തു. ഇതിന്റെ അകത്ത് തന്നെ, അതായത് ഇൻസ്റ്റെഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഇറ്റ് ഇസ് റീപ്ലേസ്ഡ് ബൈ അഡീഷൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം കെയുടെ വാല്യൂ ഇതാവുമ്പോൾ എന്തായിരിക്കും? 10 ആയിരിക്കും വരുന്നത്. Okay, is this clear? Principal sources of optimization. ഇത് റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലായില്ലേ ഇത്? ഈ ലാസ്റ്റ് അത് മനസ്സിലായില്ല. എടാ ഇതിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഇപ്പൊ നോക്കി, ഇതാണെങ്കിൽ എന്താണ്? I into 5 ആണ് ചെയ്യുന്നത് അല്ലെ? I into 5 ആണ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? I ടെമ്പിന്റെ വാല്യൂ എന്താണ്? 5 കൊണ്ട് എന്താണ്? 5 + 5 ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താണ്? 5 into 1 which is equal to 5, 5 into 2 which is equal to 10. ഇവിടെ അതിന് പകരം എന്താ ചെയ്തത്? ഫസ്റ്റ് 5 ഡിസ്പ്ലേ ചെയ്തു, അടുത്തത് 5 + 5 ഡിസ്പ്ലേ ചെയ്തു.
ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷനെ എന്താ വെച്ചിട്ടാ റീപ്ലേസ് ചെയ്തിട്ടില്ല, പ്ലസ് വെച്ച് റീപ്ലേസ് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, അതിന് വെറുതെ എന്താ, അപ്പം അങ്ങനെ വെറുതെ പ്ലസ് മാത്രം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനിഷ്യലി അതിന്റെ വാല്യൂ 5 ആയിട്ട് സെറ്റ് ചെയ്ത് കെയുടെ വാല്യൂയിലേക്ക് അത് കൊടുത്തു. എന്നിട്ട് എന്താണ്, വീണ്ടും ഇത് പ്ലസ്, ഓരോ പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് ചെയ്ത വാല്യൂ ആണ് വരുന്നത്. ഇതിൽ ആഡ് ചെയ്ത് വെക്കുന്നു, അടുത്ത പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ ഓക്കെ. സോ റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അതായത് ഈ മൾട്ടിപ്ലിക്കേഷൻ, അതായത് കൂടുതൽ ഹൈ സ്ട്രെങ്ത് ഉള്ള ഓപ്പറേറ്ററിന് പകരം അതിനെക്കാട്ടിലും സ്ട്രെങ്ത് കുറവുള്ള ഓപ്പറേറ്റർ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷന് പകരം പ്ലസ്, അതുപോലെ എക്സ്പോണന്റ് വരുമ്പോൾ അതിന് പകരം എന്ത് റീപ്ലേസ് ചെയ്യാം, വി ക്യാൻ റീപ്ലേസ് ദാറ്റ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് എന്താണ് പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് ഓപ്റ്റിമൈസേഷൻ, ഫംഗ്ഷൻ പ്രിസർവിംഗ് ഓപ്റ്റിമൈസേഷൻ ആൻഡ് ലൂപ്പ് ഓപ്റ്റിമൈസേഷൻ. ഈ ഓരോ ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആണ്. ഈ കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ ഇവിടെ മാത്രമല്ല വരുന്നത്, ടാഗിലോട്ട് വരുമ്പോഴും അതാണ് ഫസ്റ്റ് ടോപ്പിക്, കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതിലുള്ള ഓരോ ടേംസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അറ്റൻഡൻസ് ആദിൽ, അഭിജിത്ത്, അക്ഷര, Present, Miss. അഞ്ജലി, Present, Miss. അഞ്ജു, Chat box. ആൻറ്റോ, Miss. അപർണ ഡി, Present, Miss. അപർണ പ്രതാപ്. ഓക്കെ, അരവിന്ദ്, Miss is present. ആരവ്, Miss. അർജുൻ, ബിച്ചു, Present, Miss. ജീവൻ, ജോസ്വിൻ, Present, Miss. കൃഷ്ണരാജ്, Present, Miss. മാധവ്, Present, Miss. മറിയ, Present, Miss. മെർലിൻ, Present, Miss. മുബിൻ. ഓക്കെ, ഹാഫിസ്, റുബിൻ, Present, Miss. നജ്മ, Present, Miss. നൗറിൻ, Present, Miss. പാർവതി, Present, Miss. സാന്ദ്ര, Present, Miss. ശ്രീപ്രസാദ്, ശ്രീപ്രസാദ്, ശ്രുതി, വിഷ്ണുപ്രിയ, Present, Miss. അജീന, Present, Miss. അഖിൽ, Present, Miss. ജോസ്മിൻ. Present, Miss. Okay, absent is Abhijit and Sri Prasad. Ajina? Miss. Okay, എങ്ങനെയുണ്ട് ഇപ്പം? കുഴപ്പമില്ല മിസ്, നെഗറ്റീവായി. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലെല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ മിസ്. ഓക്കെ ഓക്കെ അജീന, ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, Miss.